നമസ്കാരം. നിങ്ങൾക്കറിയാമോ ഇന്ന് ഹോസ്പിറ്റലുകളിൽ ഡെലിവറിക്ക് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന്? 1,00,000 മുതൽ 1,50,000 രൂപ വരെ വേണം ഒരു ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കേണ്ടി വരുന്നത്. ഇതിന് പല കപ്പിൾസും അല്ലെങ്കിൽ പല ദമ്പതികളും ഇതിന് തയ്യാറെടുത്തിട്ടുണ്ടാവില്ല. പലരും വിചാരിക്കും ഡെലിവറി അല്ലേ അതങ്ങ് നടക്കൂലേ എന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് നോക്കിയാൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ്. മുമ്പൊക്കെ ഡെലിവറി ഒരു രോഗമേ ആയിട്ട് കണക്കാക്കിയിരുന്നില്ലെങ്കിൽ ഇന്നിപ്പോ പല മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളും ഡെലിവറിയെയും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 1-1.5 ലക്ഷം രൂപ കരുതി വെക്കാതെ ഒരു ഡെലിവറിക്ക് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചത്. ഒരു കുഞ്ഞിനെ വരവേൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ വേണം, സമാധാനത്തോടെ വേണം വരവേൽക്കാൻ, അല്ലേ? പക്ഷെ അവിടെ പലർക്കും സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഒരു വിഷമമാണ് ബില്ലടയ്ക്കാൻ ഇത്രയും തുക ബില്ലടയ്ക്കണമല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് നമുക്ക് ഒരു മെറ്റേണിറ്റി ഹെൽത്ത് കവറിലൂടെ സാധിക്കുന്നതാണ്. അതിന് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മളുടെ കുഞ്ഞിനെ നമുക്ക് വളരെ നല്ല സൗകര്യത്തോടെ, ഭയങ്കര സന്തോഷത്തോടെ, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ തന്നെ സമാധാനപരമായിട്ട് ഈ ഭൂമിയിലേക്ക് വരവേൽക്കാൻ സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടി എത്രത്തോളം കവറേജ് എടുക്കണം, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. താഴെ കമന്റ് ചെയ്യുക ന്യൂ ബേബി.